സ്ട്രീം. നമുക്ക് തുടങ്ങാം. ഇറങ്ങിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ലൈവ് ഇട്ടിട്ടില്ലേ? ഞാനും കരുതി എന്താണ് സ്ത്രീകളുടെ മനസ്സിൽ പ്യൂർ ഹെയ്റ്റ് ആയിരുന്നു. ടൈം ആയപ്പോ അത് പുറത്തു വന്നു, അത്രേ ഉള്ളൂ. തൊപ്പിയെ ഡ്രാഗ് ചെയ്തത് ഈഗിളിന്റെ എൻഡിന്റെ സ്റ്റാർട്ടാണ്. മാർക്ക് മൈ വേർഡ്സ്. MR ഷബീർക്ക താങ്ക് യു ഫോർ the 100 rupees super chat. ബ്രോ ഞാൻ പറയാം, ഇത് ഞാൻ നിങ്ങളുടെ ആദ്യമേ ഞാൻ പറഞ്ഞ് MRC തൊപ്പിയോ MRC ഷെയ്ക്കോ അല്ല എന്റെ ഡൗൺഫോൾ തീരുമാനിക്കുന്നത്. എന്റെ ഡൗൺഫോൾ ഞാൻ ഈ പറയണത് പോലെ TV എന്ന് പറയുന്ന സാധനത്തിനുണ്ടാക്കിയ ഓഡിയൻസ് പോകണമെന്നുണ്ടെങ്കിൽ TV എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ച് അങ്ങനെ അവർക്ക് മനസ്സ് ഓർത്ത് പോകണം. അല്ലാതെ ബാക്കിയുള്ള ഞാൻ തൊപ്പിയെ ഡ്രാഗ് ചെയ്തതിന്റെ കാര്യത്തിൽ പേഴ്സണലി ഞാൻ സോറി പറഞ്ഞു. ഞാൻ അവനെ നേരിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞു. അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് തൊപ്പിയേം പേടിയില്ല, എനിക്കൊരു ഷെയ്ക്കിനെയും പേടിയില്ല, ആരെയും പേടിയില്ല. ഇവനൊന്നും അല്ല എന്റെ ഡൗൺഫോൾ തീരുമാനിക്കുന്നത്. എന്റെ ഡൗൺഫോളും ഇതുമൊക്കെ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അല്ലാതെ ഇവനൊന്നും അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഈ മാർക്ക് മൈ വേർഡ്സ് എന്ന് പറഞ്ഞവനല്ല എന്റെ കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ഇനി അങ്ങനെ ഒരു ഞാൻ പറയാം, ഒരാളുടെ അടുത്ത് നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ സോറി പറയാനല്ല പറ്റുള്ളൂ. ഡെയിലി പോയിട്ട് 10 മിനിറ്റ് കുനിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായി, ഞാൻ സോറി പറഞ്ഞു, ഞാനത് അതവിടെ വിട്ടു. പിന്നെയും ഞാൻ എന്ത് ചെയ്യണം? അല്ല പിന്നെയും ഇതിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആൾക്കാർക്കൊന്നും മിസ്റ്റേക്സ് ഒന്നും പറ്റിയിട്ടില്ലേ? അപ്പൊ അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ മറുപടി പറയാനില്ല. ഓക്കെ. TVA ഗ്യാങ്ങിൽ കളിക്കുന്ന വില്ലു എന്ന പ്ലെയർ ഉണ്ട്. അവന് ഫുള്ള് സീക്രട്ട് ഫയൽ ആൻഡ് സ്ക്രിപ്റ്റ് വെച്ചാ കളിക്കുന്നത്. എക്സലാൻഡിസിലെ അഡ്മിന് പോലും അത് അറിയില്ല, കാരണം വില്ലു അത്രയും സ്കിൽഡ് ആണ്. പിന്നെ എക്സലാൻഡിസിലെ അഡ്മിന് പ്രൂഫ് പോലും എക്സലാൻഡിസിലെ അഡ്മിൻ പോലും മൈൻഡ് ആക്കില്ല TVA സെർവർ ആയ കാരണം. TVA ഡൗൺഫോൾ സ്റ്റാർട്ടഡ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇതേ അറിയത്തുള്ളൂടാ. നിങ്ങൾ ആദ്യം ഒന്ന് പൊങ്ങി വാ, എന്നിട്ടല്ലേ ഡൗണിനെ പറ്റി സംസാരിക്കുന്നേ. നിങ്ങൾ ആദ്യം തല്ലുകൊളുത്തരൊക്കെ നിർത്തിയിട്ട് ഇതിപ്പോ 3 ദിവസമായിട്ട് അടുപ്പിച്ചല്ലോ TVയുടെ മേടിച്ച് മറ്റേ EVX ആണെങ്കിൽ വട്ടത്തി പണി. ഇപ്പൊ KVയെ കണ്ടാ പണ്ണാൻ നിൽക്കുന്നു. T47 10 ദിവസമായിട്ട് ഇഗ്നോർ ചെയ്യണ്. ഇതൊക്കെ ആദ്യം തീർത്തിട്ട് ഒരു അപ്പിലോട്ട് വാ നിങ്ങൾ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ ഡൗൺഫോളിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ബ്രോ ഈ പറഞ്ഞതിൽ എല്ലാം പോക്കൃത്തരമാണെങ്കിലും ഇതിൽ ഒരു കാര്യമുണ്ട്, അവൻ അത്രയും സ്കിൽഡ് ആണെന്ന്. അത് സത്യമാണ്. അതുകൊണ്ടാണ് അവൻ ഇത്രയും വർഷമായിട്ട് RP കളിച്ചുകൊണ്ടിരിക്കണത്. ഇത്രയും വർഷമായിട്ട് നല്ല നല്ല ഗാങ്സിൽ കളിച്ച് ഇപ്പോൾ TVയിൽ കളിക്കുന്നത്. പിന്നെ ഗൈസ് ഈ സിറ്റിയില് PCGക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സലാൻഡിസിന്റെ അഡ്മിൻ പാനലിലുള്ള എല്ലാവരും TVA ഫാൻസ് ആണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അത് വെറും തോന്നല. ഇതിൽ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച അവനെ ആയിരിക്കും ആദ്യം കൊണ്ട് പുറത്തു വിടുന്നത്. മനസ്സിലായ? അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനൊരു മൊമെന്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു മൊമെന്റ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വില്ലുമോനെ അവരായിരിക്കണം, ഞാനായിരിക്കൂലേ? പിന്നെ ഉറപ്പല്ലേ വില്ലുമോനെ? പിന്നെ മാറി ഇതാണ് ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞില്ലേ, 1 hour അല്ലെന്നോടെ വീഡിയോ ഉണ്ട്, അത് നമ്മൾ പൊട്ടിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ വേറെ ഉണ്ടായിരുന്നല്ലോടാ, വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോടാ. അത് അല്ലെ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 140K ആയി. 140K കിക്കില് ഇല്ലടാ, എനിക്ക് 139 കാണിക്കുന്നുള്ളൂ. 139.953 അത്രേ കാണിക്കുന്നുള്ളൂ. ഇല്ല, രണ്ട് ഫോളോവേഴ്സ് ഇവിടെ. ഇല്ലില്ല, കോൺട്രവേഴ്സി കാണാൻ വന്ന ആൾക്കാർ എന്നെ ഫോളോ ചെയ്യണ്ട കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഫോളോവേഴ്സ് വേണ്ട. കാരണം വെറുതെ എന്തിനാ ഫോളോവേഴ്സ് കിട്ടിയിട്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോ കോൺട്രവേഴ്സി കാണാൻ വന്നിട്ട് എന്റെ ലൈവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്ത് കേട്ടോ. നമുക്കിവിടെ ഡെയിലി വന്നാൽ മതി. നിങ്ങള് ഡെയിലി ഇങ്ങനെ ഇടക്കിടക്ക്, ഡെയിലി ഇല്ലെങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഡെയിലി ലൈവ് ഇടാറില്ല, ഇഷ്ടമല്ല, മടിയനാ. കള്ളത്തരങ്ങളൊക്കെ ഇവർക്ക് ഫേക്ക് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും. ഈ മാസം ഫുള്ള് ലൈവ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കള്ളമൊക്കെ പറയും. അതുകൊണ്ട് ഡെയിലി വരൂല, ഇടയ്ക്കൊക്കെ വരുമ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഇതിലൊക്കെ കേൾക്കാനും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ മാത്രം ചെയ്താൽ മതിയേ. വെൽക്കം. ഈ സിംഗിൾ പോലെ നിൽക്കാനുള്ള കാരണം എന്താണ്? കമ്മിറ്റഡ് ആവാൻ താല്പര്യമില്ല. പിന്നെ വേറെ ഗൈസ് ഒരു അനൗൺസ്മെന്റ് കൂടെ ഉണ്ട് കേട്ടോ. TVA vs MRC വീഡിയോയില് എന്താ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ഈ പറയുന്ന മ്യൂസിക്
ഇതിനു വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതായിരിക്കും. അത് KVയിലെ തോമയാണ് നമുക്ക് TVക്ക് വേണ്ടിയിട്ട് ആ സോങ് ചെയ്തു തന്നത്. സോ അതിലായിരിക്കും നമ്മൾ ആ സിനിമാറ്റിക്സും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ലൈറ്റ് ഡിലേ ഉണ്ടാവും, പക്ഷെ വരുന്നത് സിനിമയായിരിക്കും കേട്ടാ. അപ്പൊ ഉടനെ തന്നെ അവൻ as soon as possible അത് ഫിനിഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പാട്ട് കഴിഞ്ഞായിരുന്നു, പാട്ട് കഴിഞ്ഞ് നമ്മളെ ഓൾറെഡി കിട്ടി. നിങ്ങളെ കേട്ടില്ലായിരുന്നോടാ? അപ്പൊ അത് ഓൾറെഡി അത് എയും ഇതിലൊന്നും വെച്ചല്ല, എഴുതി കമ്പോസ് ചെയ്ത് ഇതാക്കിയ സോങ് ആണ്. നമ്മുടെ KVയിലെ തോമ അത് ചെയ്തത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു സ്ലൈറ്റ് ഡിലേ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അറിയാമല്ലോ, as always SXG never gonna disappoint you guys. വെയിറ്റ്, അത് വരും. I love you too. ഇതില് ലിറ്ററലി എനിക്ക് അതിശയൊന്നും ഇല്ലടാ. ഇതില് ആരും അങ്ങനെ അല്ലാത്തത് അത് മെസ് ബോയ് ആണ് നമ്മുടെ. എടാ സാവേജ് ഒക്കെ നല്ല, സാവേജും SRK ഒക്കെ നല്ല പോലെ ട്രൈ ചെയ്യുന്നുണ്ട് ഡെയിലി, പക്ഷെ കിട്ടാത്തതാണ്. കോച്ചൊക്കെ ശാരദയും വേറൊരാളുടെ പേരെന്ന് പറയാൻ കഷ്ടം തന്നെ. ഞങ്ങൾക്ക് പറയാൻ ഒന്നെങ്കിൽ എനിക്ക് പറയാൻ എന്റെയും LX2ന്റെയും ഇവന്റെ പേരെങ്കിലും ഉണ്ട്. കോച്ചിന് എന്തുണ്ട് പറയാൻ? അതെ കഷ്ടം തന്നെ. ഞങ്ങൾക്ക് മാത്രമേ അതൊക്കെ പറയാനുള്ള റൈറ്റ്സ് ഉള്ളൂ. Did someone call an Uber? ഇവരോട് OTP പറയുമ്പോഴത്തേക്ക് സ്ഥലത്തെത്തിക്കും. 4 അക്കം പറഞ്ഞു കഴിയുമ്പോ ഇവൻ അവിടെ ഡ്രോപ്പ് ചെയ്യല്ലോ. അവൻ എന്റെ ഓളിയോ അയ്യോ എടാ, ഇത് ഞാൻ കണ്ടാ ദേവൂട്ട് ഇത് ഒരെണ്ണം മേടിക്കണം. ഇത് ദേവൂട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ റീല് കണ്ടായിരുന്നു. ഇത് ദേവൂട്ടിന് ഇത് ഒരെണ്ണം മേടിച്ചു കൊടുക്കണോടാ. ഇത് അവന് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഇത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവന് കണ്ടപ്പോ തൊട്ട് വേണം 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എന്തൊരു സാധനല്ലേ ഇത്! പവർ നോക്കണോ? ഇതൊന്നും പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും വരൂലടാ. ഇതൊക്കെ അവിടെ പുറത്തൊക്കെ ഉള്ളൂടാ, ജപ്പാനിലും ചൈനയിലും ഒക്കെ ഉള്ളു. BMW അപ്ഡേറ്റ്, മരതകം ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാം മരതകത്തിന്റെ കാര്യങ്ങളും പാർട്സ് എല്ലാം വന്നു ഗൈസ്. ഉടനെ വിനീത് കുറച്ച് നാളായിട്ട് അതിനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് നാളായിട്ട് പയ്യൻ ഉറങ്ങി കിടക്കുമല്ലേ, വരണ്ടേ. ഇപ്പോ MRCയുടെ പുതിയ ഓഡിയൻസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, അത് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. പ്രീവാർ ജയിച്ചോ ഇനീഷ്യലി ജയിച്ചോ അതൊന്നല്ല നമ്മുടെ സിറ്റിയിൽ നോക്കുക, വാർ ആര് ജയിച്ചു. അറ്റ് ദ എൻഡ് നമ്മളൊരു ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു മാച്ചോ അല്ലെങ്കിൽ നിങ്ങൾ IPL അത് കണ്ടു കഴിഞ്ഞാൽ സെമിയിൽ ആര് ജയിച്ചു, ക്വാർട്ടർ ഫൈനൽ ആര് ജയിച്ചു എന്നല്ല നോക്കുക, ഫൈനല് കപ്പ് ആര് തൂക്കി. മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയാൽ കൊടുക്കാൻ മതി, ഇവിടെ കൊടുക്കത്തില്ല. ഇതുപോലത്തെ ഒരു ഐക്കോണിക് ഡയലോഗ് ഉണ്ടായിരുന്നു നീലന്റെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? റേഡിയോ എടുത്ത് നോക്കടാ, റേഡിയോ എടുത്ത് നോക്കടാ, ആരാണോ എന്റെ പൊന്നോ. ഈ 2 ഡയലോഗ് ഇത് അടിച്ചിട്ടിട്ട് പറയാം, മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി. എന്റെ ആളിയ. പിന്നെ ഈ എടാ എന്താ ഇവർ ഈ പ്രീവാർ ഇമ്പോർട്ടന്റ് എന്തുകൊണ്ട് എന്താ പറയണെന്ന് അറിയോടാ നിനക്ക്? 25 ഗണ്ണല്ലേ പ്രീവാർ തോക്കുമ്പോ പോണത്. അപ്പൊ അഡ്മിൻ ലൈവിൽ പറഞ്ഞെന്ന്, ഒരു ഗ്യാങ്ങിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ, ഗ്യാങ്ങിന്റെ അസറ്റ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പ്രീവാർ തോക്കുമ്പോ 25 ഗണ്ണ് പോകും. അസറ്റ്സ് വൈസ് ഒരു ഗ്യാങ്ങിന് നഷ്ടം അതാണെന്ന്.
അത് കേട്ടിട്ടാണടാ ഇവരെല്ലാം ഇവർക്ക് പിള്ളേർക്ക് ഇപ്പോഴും അത് മനസ്സിലാക്കി വരുന്നുള്ളൂ. ഇവര് കുറച്ച് നാളല്ലേ ആയുള്ളൂ, കുറച്ചുകൂടെ കഴിയുമ്പോൾ വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളത് ഓഡിയൻസ് അഡാപ്റ്റീവായി വരും കേസ്. ഞാൻ പറയാം എല്ലാം ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, പഠിച്ചു വരും. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ തെറ്റാ, ഞാൻ കളിയാക്കുന്നില്ല, പോട്ടെ വിട്ടേക്കാം. അടിച്ചിട്ടോ ഞാൻ ലൈവ് കാണാൻ വേണ്ടി നോക്കുകയാണ്. ഇവൻ അടിച്ചോ? നല്ല അടിയുണ്ട്, അടികൊണ്ട് ഇവിടെ നല്ല അടി പണ്ണണ്ടേ വെയിറ്റ് പண்றா എന്തിനാടാ കൊട്ടാവാസനും കൂടെ എടുത്തായിട്ട് വണ്ണ അത്രേ ഉള്ളൂ. നീ ചുമ്മാ ഇരുന്നേ, നീ ചുമ്മാ ഇരുന്നേ വെറുതെ അടുത്ത ഇത് പച്ച മുഖം പറഞ്ഞിരിക്കണ കേട്ടാ. പോട്ടെ ഇതൊക്കെ അവരുടെ സന്തോഷങ്ങളല്ലേ, അവര് സന്തോഷിക്കട്ടെ. നമുക്ക് ഇവരുടെ നിനക്ക് അങ്ങനെ ഒരു മൊമെന്റ് കാണാൻ എന്തേലും ഭാഗ്യം ഉണ്ടാവുമെന്ന് നോക്കാം. നമുക്ക് അങ്ങനെ ഒരു PO നീ പറഞ്ഞതുപോലത്തെ ആഗ്രഹം കാണാൻ. ഇത് നീ ഇപ്പൊ ചോദിച്ച ആള് ഇതുപോലെ പണ്ണപ്പെടുന്ന കാണാനാണെങ്കിൽ ഇനി അങ്ങോട്ട് ഡെയിലി കാണാം. ഇത് കാണാൻ കുറച്ച് പാടായിരിക്കും. ടാക്സ് സമ്മൺ എനിക്ക് വേണം ഇത്, എനിക്ക് വേണം കോച്ചിത്. എനിക്ക് ഇപ്പോഴാണ് ഇതിന്റെ ആവശ്യം. എനിക്ക് ഈ അടുത്തായിരുന്നു എനിക്കിത് ആവശ്യം. സത്യം പറഞ്ഞ ഇത് എവിടെ കിട്ടുന്നത്? ഇത് എവിടെന്നേലും പറഞ്ഞാൽ എനിക്ക് തെറ്റ് തരണേ കേട്ടാ. ബസ് പോയി എനിക്ക് മേടിച്ച് തരണേ ഇത്. ഈ പാട്ട് എത്ര വട്ടം കേട്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ, സത്യം പറയാലോ. ഇത് കേട്ട് 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 ഞാൻ ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഇല്ലാത്ത വിഷമത്തിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നു. ഞാൻ ഇത് കേട്ടിട്ട് ഇല്ലാത്ത വിഷമം വരെ എനിക്ക് വരണം. കിടിലും വാട്ടറാ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ಈಗಲದ ಹತ್ರ ವಿಲೆ ಇಲ್ಲ ಆಯುರ್ವೇದ. ആ വില உனக்கு ஆர்டர் பண்ணவா பரா. ഓ കോച്ച് ഓർഡർ ചെയ്തേ. ഓക്കെ സെറ്റ്, കോച്ച് ഓർഡർ ചെയ്തേ. സിംഗിൾ സാരി കരയരുത്, കടിച്ചു പിടിച്ചിരിക്കണേ. ഇത് മറന്നിരത്. എന്തൊരു പടാടാ അല്ലേ ഇത്, എന്റെ അമ്മ. സത്യം ഞാൻ ഇത് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രശ്നമാകുന്നാലും ഞാൻ പറയാറ്. ഞാൻ ഈ ഇടയ്ക്ക് വീട്ടിൽ പോയ സമയത്ത് 10ാം ക്ലാസ്സിൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ, സ്നേഹ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തിട്ട് അവള് ക്രിസ്മസ് ആയപ്പം മറ്റേ ഒരു ലവിന്റെ സിമ്പൽ പോലും ഇല്ലാത്ത ഒരു കാർഡിനകത്ത് ഹാപ്പി ക്രിസ്മസ് ബ്രദർ എന്ന് എഴുതി തന്നു. അത് ഈ ഇടയ്ക്ക് വീട് വൃത്തിയാക്കിയപ്പോ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടി, പഴയ ഓട്ടോഗ്രാഫും ആ കാർഡും എല്ലാം. പിന്നെ വിഷമമൊന്നുമില്ല, ഞാനിപ്പോ ഹാപ്പി അല്ലേ, എന്ത് ചെയ്യാനാ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ എടാ, പണ്ടത്തെ ഓട്ടോഗ്രാഫ് എടുത്തു വെച്ച് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചായിരുന്നു. സത്യം പറയാലോ, എന്തൊക്കെയാണ് ആൾക്കാർ അന്ന് എന്തൊക്കെയോ എഴുതി തന്നതൊക്കെ ഞാൻ ആലോചിച്ച് ഇങ്ങനെ നോക്കിയപ്പോ വിഷമമായി. അന്ന് സത്യം പറഞ്ഞുണ്ടല്ലോ, എന്തായാലും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ അവനെ എനിക്കിപ്പോ എവിടാന്ന് പോലും അറിഞ്ഞൂടാ. എനിക്ക് എവിടാന്ന് പോലും അറിഞ്ഞൂടാ. അതെ, MA പഠിച്ചാലും കോൺട്രവേഴ്സി കിട്ടിയത് അടുത്ത. The movie has a lot of laughs, but this scene is different. ബ്രോ അവന് വെച്ചിട്ട് ലഹരി നുണയത്ര. അത് കഴിഞ്ഞ എന്ത് സീനല്ലേ എന്റെ ആളിയാ.
ഞാൻ വാഴ 2 അധികം സാധനങ്ങൾ പ്ലേ ചെയ്യാറില്ല guys. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. This fight was viewer over. അയ്യോ ഇതിപ്പോ പ്ലേ ചെയ്തിട്ട് കൊണ്ടുപോകും കേട്ടോ. I'm a king, but I bop, I'm a saint. They call me a bad man, that's a fucking good thing. Mama said swing back when another man swings, so I make my mama proud when they make their hands ring. Father forgive me, I can forgive them. You know my history, know what I did then, and what I do now, a whole lot worse. Heavy is the head, it's a blessing and a curse. എടാ അത് മര്യാദക്കൊന്ന് കാണിക്കാറുണ്ട് ട്രാൻസിഷൻ ഇല്ലാതെ. കൊള്ളാം, അടിപൊളി 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 അടിപൊളി. അണ്ണാ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ. കാട്ടാക്കട என்னம்மா கண்ணு சொல்லம்மா கண்ணு என்னம்மா கண்ணு சௌரியமா ஆமம்மா கண்ணு அட என்னம்மா கண்ணு சௌரியம் എണീറ്റ് പോയണോ? என்னம்மா கண்ணு നോ ലോജിക് ഓൺലി മാഡ്നസ്. അവന്മാരുടെ കയ്യിലുള്ള ലിമിറ്റഡ് ഇതൊക്കെ വെച്ച് ചെയ്തതല്ലേ, പക്ഷെ കുഴപ്പമില്ല. അധ്യാപികയുടെ മകനാണ് ഷൈൻ. അതുകൊണ്ടാണ് ഈ ഭാഷയോടും മലയാള അക്ഷരങ്ങളോടും. മമ്മി ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. 9ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു. 9ാം ക്ലാസ്സിൽ ഫൈനൽ പരീക്ഷയ്ക്ക് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു, ഇനി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നെ. അപ്പോഴാണ് ഞാൻ മനസ്സിലായി ഇതുവരെ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, ഫുൾ പാസ്സായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കൂടി 9ൽ പഠിക്കാൻ മലയാളം ഒരു വർഷം കൂടി ഞാൻ 9ൽ പഠിക്കേണ്ട വന്നു, മലയാളത്തിൽ പഠിക്കാൻ. അപ്പോഴാണ് മനസ്സിലായി എനിക്ക് മലയാളം അറിയില്ല, ഫുൾ അക്ഷരത്തില്ല. എടാ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരുപാട് പേരുണ്ടോ ഇപ്പോഴും. ഇംഗ്ലീഷ് അറിയാൻ പറ്റും, മലയാളം അറിയാത്ത എഴുതാനും വായിക്കാനും. മലയാളം എഴുതാനും വായിക്കാൻ അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഈ ചാറ്റ് തന്നെയാണ് ഇഷ്ടം പോലെ ഉറപ്പല്ലേ. ഞാൻ കട 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 ഞാൻ കട 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 ഇവർക്കൊന്നും മലയാളം എഴുതാനും വായിക്കാന്ന് പറഞ്ഞൂടാ. മെന്നിയുണ്ട്. മെന്നി തുണയില്ലാത്തവൻ ആരെങ്കിലും എഴുതി കഴിഞ്ഞാൽ തുണിയില്ലാത്തവൻ വായിക്കും മെന്നി. അങ്ങനെയാണ് മെന്നി ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞത്. അതല്ല ആദ്യമൊക്കെ ഗൈസ് മെന്നിയുടെ ലൈവില് ഞാൻ വാലറിന് കളിക്കുന്ന സമയത്ത് മെന്നിയെ ആരെങ്കിലും ഒരു 100 രൂപ കൊടുത്തിട്ട് നല്ല എന്തെങ്കിലും ആയിരിക്കും മെന്നിയോട് പറയണേ. മെന്നി അത് വായിച്ചു വരുമ്പോ മെന്നിയെ തള്ളക്കി വിളിച്ചതുപോലെ ആക്കും. എന്നിട്ട് അവരെ ഇരുന്ന് അവരാതും പറയും. ആദ്യമൊക്കെ ആയിരുന്നു മെന്നി. ഇപ്പൊ പിന്നെയും പഠിച്ചിരുന്നത് മംഗ്ലീഷ് വായിക്കാൻ. Hi, my name is Peter Parker. You don't remember me, but we used to know each other. Something bad was going to happen, and the only way to stop it, because I'm not just Peter Parker. I'm Spider-Man. എന്റെ ഇങ്ങനെ കൊറേ ഞാനിത് ഞാൻ പറഞ്ഞില്ലേ 3D പ്രിന്റർ മേടിച്ചപ്പോഴേ ഗൈസ് നിങ്ങളെ കാണിച്ചില്ലല്ലേ. ഞാൻ 3D പ്രിന്ററില് ഒരു ഗോഡ് ഓഫ് വാറിലെ ക്രാറ്റോസിനെ പ്രിന്റ് ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് പെയിന്റ് ചെയ്ത് വന്നപ്പം കളസം ഇട്ട ക്രാറ്റോസ് ആയി പോയി. അത് മനസ്സിലായോ? ഇത് ഞാൻ സ്വന്തമായിട്ട് ഇരുന്ന് അടിച്ച് വാരി ഇരുന്ന് അടിച്ച് ലാസ്റ്റ് കണ്ട ഒരു കോണകം പോലെ ആയിപ്പോയി ലാസ്റ്റ്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഈ വിലക്കൂടിയ കളറും പെൻസിലും പേനയും ഇതൊന്നും മേടിച്ചിട്ട് കാര്യമില്ല, ഇതിനൊരു കഴിവ് വേണം. മനസ്സിലായ? ഇത് പറഞ്ഞ പോലല്ലായിരുന്നു. അങ്ങനെ ഒരു ഘട്ടമുണ്ട് ശരിയാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെ ആയിപ്പോയി. ഈ പെയിന്റ് അടിക്കുന്നതിനിടയ്ക്ക് പുള്ളിയുടെ വാളിന്റെ ഒറ്റ ഒടിഞ്ഞു പോയി. എന്തൊക്കെ പ്രശ്നം പറയാൻ. നീയാണ് സോറോടെ വാള പിടിച്ച് കളഞ്ഞത്. മനസ്സിലായ? എന്തൊക്കെ പറയാനാണെന്ന് പറ. പുള്ളി ഇപ്പൊ കളിക്കുന്നില്ലടാ. അപ്പൊ ഫുട്ബോൾ കംപ്ലീറ്റ്ലി നിർത്തിയോ? അത് കൊറേ നാളായി നിർത്തിയിട്ട്. കൂടാ
എനിക്ക് ഫുട്ബോൾ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലുതായിട്ട് ഫുട്ബോൾ കാണത്തില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, ഇത്രയും ക്രൗഡ് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്ന കൊച്ചിയില് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആക്കിയത് ഈ ഒരു മാനേജ്മെന്റ് ആണ്. ഇത് ഉടനെ മിക്കവാറും ഈ വർഷത്തെ പോലെ ആണെങ്കിൽ ഇത് ഉടനെ CSKക്ക് ഇത് തന്നെയായിരിക്കും വരാൻ പോണ അവസ്ഥ. ഞാൻ ഈ ഇടയ്ക്ക് ഇതിന്റെ കണ്ടായിരുന്നു, മറ്റേ മഞ്ഞപ്പട ഒഫീഷ്യലി ഇത് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത്രയും ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുത്തിട്ട് മാനേജ്മെന്റ് സൈഡിൽ നിന്നും എല്ലാം ഇതുപോലത്തെ മൂഞ്ചിൽ കിട്ടിയാണ് ഒരു ടീം വെറുതെ നശിപ്പിച്ച്. IPL പണ്ട് കേരള ടീം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കൊച്ചി ടസ്കേഴ്സ് കേരള, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടായിരുന്നു? ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. നമുക്ക് ഗ്രീൻഫീൽഡ് ഇവിടെ സ്റ്റേഡിയംസ് ഒക്കെ ഇല്ലേ, നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എത്ര പേരുണ്ടാവും അതൊക്കെ ബാക്കപ്പ് ഉള്ളത്. പക്ഷെ ആരും അതിനൊന്നും ട്രൈ ചെയ്യുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോ ഇനി ഈ ഓഡീഷന്മാർക്ക് ഇതിലൊക്കെ നഷ്ടം വരുമായിരിക്കും ചിലപ്പോ, അറിഞ്ഞൂടെ. 500 കോടി എന്തോ ആസ്തി എന്തോ വേണ്ടടാ ഈ ടീം ഹോൾഡ് ചെയ്യാൻ. ഇപ്പൊ ഭയങ്കര വലുതായില്ലേ? ഇപ്പൊ അതിലും കൂടുതലായിരിക്കും അല്ലേ? 1000 കോടി എനിക്ക് 500 കോടി എന്തോ ആരെന്ന് തോന്നുന്നു അന്നത്തെ റിക്വയർമെന്റ് ആണെന്ന് തോന്നുന്നു. ഓൾ ആനിമെ ഫാൻസ് അല്ല, എനിക്ക് ആനിമെ കാണുന്നവരുടെ ഫ്രണ്ട്സിനോടാണ് പറയാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആനിമെ ഫാൻസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയ അതിലും വലിയൊരു കാര്യം, കാർട്ടൂണല്ലേ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ വിഷമം വരെ നമ്മൾ സഹിച്ചെന്നില്ല. പക്ഷെ നമ്മൾ സത്യം ആരാങ്ങനെ ചോദിക്കണേ കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും, അത് ഇമോഷൻസ് ആയിക്കോട്ടെ, പെയിൻ ആയിക്കോട്ടെ, ഡ്രാമ ആയിക്കോട്ടെ, വാർ ആയിക്കോട്ടെ, ഫൈറ്റ് സീൻ ആയിക്കോട്ടെ, ആക്ഷൻസ് ആയിക്കോട്ടെ, സോങ് ആയിക്കോട്ടെ, ബാക്ക് സ്റ്റോറീസ് ആയിക്കോട്ടെ, അത്രമാത്രം ത്രില്ലിംഗ് ആയിട്ടുള്ള പീക്ക് ഇമോഷണൽ ഡെപ്ത് ഉള്ള സീൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് മറ്റൊരാളോടും പറയാൻ പറ്റാണ്ട് മനസ്സിൽ വെച്ച് നടക്കുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ. കൂടെയുള്ള കൂട്ടുകാരനെ കുറിച്ച് അറിഞ്ഞുകൂടാ, കൂടെ നടക്കുന്നവന്മാർക്ക് ഒന്നിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, കൂടെ പണിയെടുക്കുന്നവന്മാർക്കാണെങ്കിൽ പറയേ വേണ്ട. അച്ഛൻ അറിഞ്ഞൂടാ, അമ്മക്ക് അറിഞ്ഞൂടാ, സിബ്ലിങ്സിനാണെങ്കിൽ ഒട്ടും അറിഞ്ഞൂടാ. ഇതെന്ത് തേങ്ങ ഇവൻ പറയുന്നതെന്നുള്ള മട്ടിൽ ഇവര് നോക്കിയത്. അച്ഛനോടെല്ലാം പോയിട്ട് അച്ഛാ സോറോന്റെ നെത്തിങ് ഹാപ്പന്റെ കണ്ടിന്യൂ എന്ന് ചോദിക്കാൻ പറ്റുമോ? നമ്മളൊരു ഫുട്ബോൾ മാച്ച് കണ്ടാലോ, ക്രിക്കറ്റ് മാച്ച് കണ്ടാലോ, അല്ലെ എന്ത് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യം കണ്ടാലോ നമ്മൾ 4 ആളോട് അത് ഷെയർ ചെയ്യും. പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് ചെയ്ത, ഇത്രയും എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു സീരീസ് കണ്ടിട്ട് ആരോടും അത് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിന്റെ ത്രില്ല് പറയാൻ പറ്റാണ്ട് നിൽക്കുമ്പോൾ ഒരു അവസ്ഥയില്ലേ? ഓൾ ആനിമെ ഫാൻസ്, നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാവും. ഈ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എപ്പെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പലവട്ടം പറയണമെന്ന് വിചാരിച്ചാണ് ഈ കാര്യം ലൈവില്. ഈ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഫ്രണ്ടിനോടാണ് ആനിമെ കാണണമെന്ന് പറഞ്ഞ് അവരെ തുടങ്ങിപ്പിച്ചത് എന്ന് ഈ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. അതാരായിരുന്നു? എനിക്കറിയാം, ഡൈഹാർഡ് ആനിമി ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് വിഷമം നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ ആരടുത്ത് പറയുമ്പോ ഇവന്മാർക്കൊക്കെ പുച്ഛമാണ്. എനിക്ക് നല്ല റിലേറ്റബിൾ വീഡിയോ. താങ്ക് യു സോ മച്ച് ബ്രോ, ഈ വീഡിയോ കൊണ്ടുവന്നിട്ട് താങ്ക് യു. ഞാൻ തോറ്റുപോയാലോ അപ്പ? എന്റെ ചുറ്റുമുള്ളവരെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലോ? നിന്റെ കണ്ണുകളിൽ നിന്റെ നിയോഗം ഞാൻ കണ്ടു. നിന്റെ യുദ്ധങ്ങളിൽ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്തരാണ്. പക്ഷെ അവർക്ക് മുമ്പിൽ നീ തോൽക്കി. അവരെ ജയിക്കാനുള്ള കരുത്ത് നിന്റെ ഉള്ളിൽ നിന്നും. കാരണം നിന്റെ ജയം ആഗ്രഹിക്കുന്ന കുറെ മനസ്സുകൾ ആ സമയം നിന്റെ ചുറ്റിലുണ്ടാകും. ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഡയലോഗ് അല്ല, വീഡിയോ ഉണ്ട്. കണ്ണി കുരുവാ, കാണുന്നില്ല ഇത്. നിനക്ക് ഡയലോഗ് മാത്രമേ കേൾക്കുന്നുള്ളൂ. നിന്റെ കണ്ണുപോയി, നിന്റെ കണ്ണുപോയി. ഇതൊക്കെ കേക്കണം. The free kick was so beautiful the free kick was so beautiful that even the defenders enjoyed it. ഇത് മെസ്സി അല്ലേ? നമ്പർ 10 ഫുട്ബോൾ ഫാൻ ആയതുകൊണ്ട് എനിക്കറിയാം. ഓപ്പോസിറ്റ് ടീം ഇത് വെസ്റ്റ് ഇൻഡീസ്. ബാഴ്സലോണ
ലിവർപൂളാണ് സൂപ്പർ കോച്ച്. ഇത് ഗോൾ ലിവർപൂളാണ് ഇത് ഗോൾ. ഓ ഞാൻ പാക്കടാ ഇതെങ്ങനെ ഗോൾ ഇവിടെ ഇതുവഴിയല്ലേ പോയത്? അതാ അത് എന്താ ആരാ കണ്ണാപ്പി? അന്ന് ടിവിയുടെ ക്രിക്കറ്റ് മാച്ച് വെച്ചപ്പോ കുനിഞ്ഞു ബോൾ എടുക്കാൻ പറ്റാതെ നടുവെട്ടിയിരുന്ന ജില്ലയിൽ ഏത് ജില്ലയിലൊക്കെ പോയിട്ടുണ്ട്? ആ ശരിയാ, നമ്മളെ ടിവിയുടെ പരിപാടി നടത്തിയത് ട്രിവാൻഡ്രം ജില്ലയിലല്ലേ? അങ്ങനെ പോയിട്ടുണ്ടല്ലേ പല ജില്ലകളിലായിട്ട്, പല ജില്ലയിലെ ടർഫുകളിൽ. ഡിസ്ട്രിക്ട്. ജസ്റ്റ് എ റിമൈൻഡർ, ദ ഫാസ്റ്റസ്റ്റ് അറ്റാക്ക് ഇൻ ദ ആനിമൽ കിങ്ഡം. ആൾക്കണല്ലേ അത്? കൊച്ചു കുരിയല്ലടാ അത് കണ്ണാപ്പി. ഫാൽക്കൺ ഫാൽക്കൺ അത്. ആ ആദ്യം കാണിച്ച പേടിനെ തോന്നിയാണ് സ്പാരോ ആയിട്ട് തോന്നിയ ആൾക്കാർ. നിങ്ങൾ ചാറ്റിൽ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവൻ ഇവിടെ നിന്ന് തർക്കിച്ച് നിങ്ങൾ 19,000 പേരെ കൊണ്ട് ഇത് സ്പാരോ ആണെന്ന് വിശ്വസിപ്പിക്കും. മനസ്സിലായോ? ഇത് സ്പാരോ ആണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കും പറഞ്ഞ്. ഒടുവിൽ പാട്ട് കഴിയാതെ ഞാൻ അണ്ണന് വേണ്ടി പാടി, എന്റെ കൂടെ പാടിയ സന്തോഷം. സൂര്യ അണ്ണ சுற்றி சுற்றி வாழ உன்னை மட்டும் தானும் மனதை எனதாய் படுத்தேன் உனதில் உயிர் போல் உன்னுள் கிடைத்தேன். താങ്ക് യു ബീച്ചിലോട്ട്, താങ്ക് യു സോ മച്ച്. ഈ പാട്ട് പാടാനുള്ള എന്താടാ? നാളെ ഞാൻ പാടിയിടാം. നീ പാടിയിട്ട് ഞാൻ തൂറി എറിഞ്ഞു തരുവേ, ഒരു സംശയമില്ല. ഈ ലോകം മൊത്തം എതിരെ നിന്നാലും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ചന്ദ്രന് വേണ്ടി സംസാരിച്ച സമയത്ത് പറഞ്ഞല്ലോ ബിന്ദുരാണ് എനിക്ക് വേണ്ടി ഉണ്ടാവുന്നത്. കേട്ടില്ല, ഈ ലോകം കേട്ടില്ല. 12 ബിന്ദുരാണ് 2 മാസമായിട്ടുള്ളൂ. 6 കൊല്ലായി ആണോ? 6 കൊല്ലായി. നിങ്ങൾ അപ്പോൾ ഇപ്പൊ മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് പോകുന്ന ആൾക്കാരാ ആണോ? ആണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അവരാധിച്ചിട്ട് അയ്യോ ഞാൻ ചാറ്റ് തീരാക്കി അത് ഞാൻ കണ്ടില്ലായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയായിരുന്നു. എടാ ഷമീറെ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീയൊക്കെ നരമ്പിലൂടെ ഓടുമ്പോ വാസനം വരമ്പിലൂടെ ഓടിയിട്ടുള്ളതാ. അത് അറിഞ്ഞ് ചിന്തിക്കും. നിന്റെ വെറുതെ വാസണ്ണനെ ഇട്ട് മെക്കെട്ട് കയറാൻ നിക്കല്ല. എന്റെ മെക്കെട്ട് കയറുന്ന പോലെയല്ല. ഞാനൊക്കെ ഒന്ന് ക്ഷമിക്കും. പക്ഷെ വാസണ്ണ ക്ഷേമാന്ന് പറഞ്ഞ പുള്ളിക്കുണ്ടാവും. നീ എണീച്ചിരുമ്പോ രാവിലെ എണീക്കുമ്പോഴേ ചിലപ്പം പുള്ളിയുടെ എന്താ പറഞ്ഞാല് വീടിന്റെ നിരത്തുണ്ടാവും. അമ്മാതി ആ റേഞ്ചുള്ള പുള്ളിനെ നീ ഇതാക്കാൻ അറിയാം. എടാ നീയൊക്കെ എന്നാടാ സ്ട്രീം? ഞാനൊരു തന്നെ പറഞ്ഞില്ലേ ഗൈസ്, പുള്ളി എന്ന് പറഞ്ഞാൽ ശരിക്കും സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്താണോ ആൾക്കാര്, ആരാണോ കൂടുതൽ ട്രിഗേർഡ് ആയിട്ടുള്ള ഓഡിയൻസ് അവരെ ടാർഗറ്റ് ചെയ്യാൻ ഇവൻ മിടുക്കനാണ്. ഇതിനാണ് അടിപൊളി, നല്ല സ്ട്രാറ്റജി ഗൈസ്. ായത് എന്നൊക്കെ നാല് ഗെയിം കളിക്കാറിയടാ നായെ. ഇപ്പൊ ചിരിക്കല്ലേ, നമ്മൾ പറഞ്ഞു ചിരിപ്പിക്കുന്നതാണെന്ന് പറയും. ചിരിക്കല്ലേ കൊണ്ടുപോകും കടപ്പുറത്തേക്ക്. നീ ആളറിഞ്ഞ് കളിക്കിട്ടോ. വാസണ്ണനെ മാത്രം നീ വളർന്നടാ. നീ വേണമെങ്കിൽ എബനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. ആരും സായി പോപ്പി ചൊറിഞ്ഞു നോക്ക്. ചന്ദ്രനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. നിന്റെ അതാണ് പറയുന്നത്. ഇവന് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ഷമീറ, നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട്. മൂക്കാമത് അടിച്ചു കുടിക്കാനാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എന്നോട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചന്ദ്രനായിരുന്നു അഹങ്കാരം. അത് കഴിയുമ്പോ എനിക്ക് അഹങ്കാരമായി. ഇപ്പൊ ഷമീറിന് അഹങ്കാരമായി.
പയ്യെ കൊള്ളാം. Nice. തട്ടി കളിക്കുന്നവരാണ് വാസണ്ണനോട്. പുള്ളിക്ക് എവിടെ കിടക്കുന്ന മനുഷ്യനാണ്. ഞാനൊക്കെ പുള്ളിന്റെ ഫാനാണ്. ഇനിയേട്ടൻ വാസണ്ണനൊന്നും പറഞ്ഞത് എന്റെ പൊന്നു പിന്നിലടാ എങ്ങനെ പറ്റണം നിങ്ങൾക്ക് ഇങ്ങനെ? സത്യം നിലപാടിന്റെ രാജകുമാരൻ. லாஸ்ட் மந்த் ஈகிளா கூகுளான்னு சொன்னவன் இப்ப வந்து ஈகிளா സത്യം. என்னால முடியல, எனக்கு இருமல் வருது. ஐயோ എന്നിട്ട് ചെള്ള അടിച്ച് ഞാൻ പൊളിക്കും. ഇനി വാസണ്ണനെ കുറിച്ച് ഒരു അക്ഷരം എന്തായിരുന്നാല് ഞാന് ദൈവത്തെ പോലെ കാണുന്ന മനുഷ്യനാ. ഇനി മാതാപിത വിജയണ്ണൻ വാസുണ്ണൻ ഉയർ. അതിന് ഞാനും അതിന് വന്നടാ. സന്തോഷമാണ് സന്തോഷം. നിന്നെയും വെച്ചേക്കുന്ന നിന്റെ തൊപ്പിനെ വെച്ചത് MR ഗാംഗിൽ വന്നിട്ടിരിക്കുന്ന ലാസ്റ്റ് വാങ്ങണം. ഞാൻ വാസണ്ണ ആളാണ്, അടിക്കുന്നവർ അടിക്കും. ഇനി വാസണ്ണനായിട്ട് പറഞ്ഞു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതിൽ ഒരു വാക്കോളൂ. ഒരു വാട്ടി சொன்னா നീയെ പേച്ച് നാനേ കേൾക്ക മാട്ടേൻ. കേട്ടതിന്റെ പ്രശ്നം. കുറച്ചു കാലം മുമ്പ് നമ്മളെ ഫുൾ ഫോം ഇല്ലാന്നല്ല അവർക്ക് പറഞ്ഞു നടക്കണ്ടായിരുന്നു. വിളിച്ചിരിക്കുന്നതൊക്കെ ബാങ്ക് കിട്ടും. പക്ഷെ എന്താ നമ്മള് ഫുൾ ഫോം കിട്ടിയടാ മോനെ. ഓരോ പേരെന്തായിരുന്നു? ഓരോ പേരെന്താ? MRZ അല്ലേ? അപ്പൊ ഈ 3 അക്ഷരങ്ങളും വെച്ചിട്ട് ഒരു പേര് വേണം അല്ലേ? പക്ഷെ അത് അങ്ങനെ ഒരു പേര് എടുക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഗാംഗിൽ എല്ലാരും വാവകളാണ്. ഹിറ്റു വാവ, കോക്കു വാവ, ഇങ്ങനെയൊക്കെ കുറച്ച് വാവകളാണ് അല്ലല്ലോ ആണല്ലോ. അതുകൊണ്ട് നമ്മള് കുക്കുട് വാവ, മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ അപ്പൊ നമ്മൾ ആൾക്കാരെ മനസ്സിലായോ? ഇപ്പോൾ TV വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്നുള്ളൊരു തക്കുടുകളാണ്. അപ്പൊ ഇത് നമ്മളൊരു ഗാങ്ങിന് ഒരു പേരിടുമ്പോൾ നമ്മുടെ ഗാങ്ങിലുള്ള ആൾക്കാരുടെ സ്വഭാവം അതിനനുസരിച്ച് വേണ്ട ഒരു പേരിടാൻ. പക്ഷെ ഈ 3 അക്ഷരം മാത്രം എടുത്തൊരു പേരാവോ? ഇല്ല. അവരുടെ പേരും സ്വഭാവവും അവരുടെ എല്ലാത്തിനും അനുസരിച്ച് അവരുടെ പേരിൽ തന്നെ ഉണ്ട്. MRC മൈരൻസ് ഇടും. M ഉണ്ട്, R ഉണ്ട്, Z ഉണ്ട് അതില്. അവരായിട്ടുള്ള പ്രശ്നം ഇത്. എനിക്ക് ഇതിനകത്ത് കൂടെ കയറാൻ വയ്യ. ആവശ്യത്തിലധികം എന്റെ ഈ തലയിലുണ്ട്, മനസ്സിലായോ? മുത്തേ ഞാൻ കാശുള്ള ഒരു അറബിയാ, മനസ്സിലായ മുത്തേ? നമുക്കിതേ ഇവിടെ മൊത്തം പർച്ചേസ്, ഈ സിറ്റി പർച്ചേസ് ചെയ്യാനുള്ള പൈസ തന്നെ ഉണ്ട് മുത്തേ, നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് പക്ഷേ നമ്മൾ ഈ മെച്ചൂർഡ് ആയിട്ട് സംസാരിക്കണം മുത്തേ. എനിക്കങ്ങ് കേറുന്ന ബോംബിടട്ടെ സിറ്റിയിലെ നശിപ്പിക്കട്ടേനല്ല. എനിക്കിത് മേടിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടും സിറ്റി മേടിക്കാൻ പറ്റുന്നില്ല, പർച്ചേസ് ചെയ്യാനും പറ്റുന്നില്ല. ബോംബിടട്ടെ. എന്തൊക്കെയാണ് കണ്ടാപ്പി നിനക്ക്? സത്യം പറയാല്ല, എനിക്ക് ഇപ്പോഴും അറിഞ്ഞോടാ ഹൗ പീപ്പിൾ ബിലീവിങ് സച്ച് കൈൻഡ് ഓഫ് ഫേക്ക് ഷിറ്റ്. എല്ലാവർക്കും ഇങ്ങനെ വന്ന് മറ്റേ കുറച്ച് കാമായിട്ട് ഈ കാമായിട്ട് സംസാരിക്കണമല്ലോ ഏറ്റവും വലിയ കള്ളന്മാര്. പറയാതിരിക്കാൻ വയ്യ, സത്യം. എല്ലാത്തിനും പറ്റ നന്മ കണ്ടെത്തുന്ന ആൾക്കാർ അവർ ഏറ്റവും വലിയ കള്ളന്മാരന്മാരായിരിക്കും. ആരെങ്കിലും ഒന്ന് അഗ്രസീവായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പിന്നെ ഹൗ ബ്രോ ഫീൽസ് ആഫ്റ്റർ വിയറിംഗ് എ ന്യൂ ബാഗ് ഫ്രം ഷൈജു ടെക്സ്റ്റൈൽസ്. ഇപ്പൊ ഫുള്ള് എല്ലാരും ബാഗ്, ഞാനും ബാഗിലോട്ടായി. നമുക്ക് അർപ്പിയില് പോയ വെളിയിൽ പ്രായം വെളിയിൽ ഇതാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അതിനൊക്കെ ഇട്ടല്ലോ ഇപ്പൊ ഇറങ്ങണേ. ചാകാൻ ആർക്കും പറ്റും, ജീവിച്ചു കാണിക്കാനാ പാട്.
കാടു വാഴുക കണ്ടം വാഴുക കായൽ കുളത്തെ കൊച്ചുണ്ണി വാഴുക. ലോഡിങ് പടം വരയ്ക്കുന്നതിന് ടീസറായി തുടങ്ങിയേട്ടാ. നമ്മൾ ഏത് കാലത്ത് ജീവിക്കണേ ഫുള്ള് കാണണേ. ഞാൻ സിറ്റി കയറിക്കോളാം. സിറ്റി കയറിട്ടേ പോത്തുള്ളൂ. സ്കിപ്പ് ചെയ്യടാ സ്കിപ്പ് ചെയ്യടാ. അതൊക്കെ ഏത് കാലത്ത് പാട്ടണ്ട എസ്തറോ? എടാ ഈകളെ നീ ഇങ്ങനത്തെ റീലൊന്നും കാണരുത്. കണ്ടാ എന്താണ് ആവശ്യം? അപ്പൊ എന്തോ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇലക്ഷന് മാത്രം കളിക്കുന്നുള്ളൂ. അണ്ണ എന്റെ ബ്രദറാണ് കേട്ടോ. നമ്മൾ ബ്രോ വൈബ്സ് ആണ്. സംശയം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചേക്കുള്ളൂ. അങ്ങനൊന്നുമില്ല. വൃത്തിക്ക് വീഡിയോ എടുക്കണ്ടേ? അത് സൂര്യബോസം എടുപ്പിക്കാം. ചന്ദ്ര ഞാൻ പോയിട്ട് ഒന്ന് ജോക്കിയെ പിക്ക് ചെയ്തിട്ട് വണ്ടി ഉണ്ട്. എന്താ പേ പിടിച്ചവരെ? എന്താ നിങ്ങളെ റീൽ എടുക്ക്. ഞാൻ അത് ഇപ്പൊ വിളിച്ചിട്ടേ ഒന്ന് ഊരോട്ട് കറങ്ങിട്ടൊക്കെ വരുമോ? ഞാനേ റീല് ഷൂട്ട് ചെയ്യാനായിട്ടാണോ? ഞാൻ ഈ വണ്ടി ഒന്ന് എടുത്തോട്ടെ. പാട്ടിടാൻ പറ്റും പാട്ട്. മറ്റേ പവഴമല്ലി പവഴ. നിർത്തണേ. അണ്ണ അത് ഈ കുട്ടിക്ക് കലോത്സവത്തില് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഒരു പാർട്ണർ ഇല്ല. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു ഡാൻസർ ആയതുകൊണ്ട്. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഗ്യാങ്ങിന്റെ കോ-ലീഡറും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന നീ ഈ സൂര്യൻ വടക്കോട്ടെടുക്കുന്ന സമയത്ത്, സൂര്യൻ തെക്കോട്ടെടുക്കുന്ന സമയത്ത് നീ ഇവിടെ വന്നിരുന്ന് മറ്റേ ഡാൻസും കളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയൂടാ? അപ്പൊ നമുക്ക് കുറച്ച് ചില്ല് ചെയ്യണ്ടേ. അതുപോലെ പിന്നെ ഈ കുട്ടിക്ക് ഒരു ആഗ്രഹം ഞാൻ കൂടെ ഒന്ന് ഡാൻസ് കളിക്കണമെന്ന്. നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കായിരുന്നു കേട്ടോ. ഞാൻ കുറെ നാളായി കളിച്ചിട്ട്. ഇതൊക്കെ എനിക്ക് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് കുറെ ഇങ്ങനെ എല്ലായിടത്തും പറയില്ല. ഒരു ഗോഡ് ഫാദർ കുളുങ്ങുന്നത്. മറ്റേ ഗ്യാങ്ങിന്റെ ഗോഡ് ഫാദർ കൊണ്ട് കൂടെ ഞാൻ മാത്രമല്ല. ഇത് എന്ത് കിടില പാട്ടല്ലേ ഇത്. ജോക്കി ഓർമ്മ പോയേട്ടാ. ഈ സ്റ്റെപ്പൊക്കെ ജോക്കിനടുത്ത് കണ്ടു നോക്കിയേ. ഇത് എന്ത് പാട്ടല്ലേ ജോക്കി? കമ്പോസ് ചെയ്യുന്ന വിഷയം സത്യമല്ലേ? എന്ത് രസം എന്റെ വീഡിയോ. എന്റെ പൊന്നോ വീഡിയോ എന്ത് രസമാണ് കാണാൻ. വീഡിയോ കിടില്ല. വീഡിയോ ഇറങ്ങിയില്ലല്ലോ. പിന്നെ ഇറങ്ങില്ല. നീ കണ്ടില്ലല്ലേ വീഡിയോ ഇതിന്റെ? ഒരു പെണ്ണുമല്ല നീ. A soldier run up to a nun. Out of birth he asked, please may I hide. സോൾജർ ഓടിയപ്പോ പാവടയുടെ കേറി ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. സിസ്റ്റർ പറഞ്ഞ് കേറിയിരുന്നു. I will explain later. The nun agreed. അല്ല ഒരു പെണ്ണും അല്ല നീ ആണോ? അത് ഇതിനകത്തൊന്നും കേട്ടെ. അതെ ഇതിൽ തന്നെ. എന്ത് ഇല്ലല്ല അതാരാ സൗണ്ട് ബോർഡ് ഇട്ടതാ? The nun agreed. A moment later, military police ran up and asked, "Sister, have you seen a soldier?" The nun replied, "He went that way." അതുവഴി പോയെന്ന്.
After the MVs ran off, the soldier crawled out from under her skirt and said, I can't thank you enough, sister. You see, I don't want to go to Iraq. ജംസ്കീർ വല്ലോണോ ഇത്? എടാ നീ അങ്ങ് പുണ്യാളനായിട്ട് അഭിനയിക്കല്ലേ നീ. After the MVs ran off, the soldier crawled out from under her skirt and said, I can't thank you enough, sister. You see, I don't want to go to Iraq. പുള്ളിക്ക് താല്പര്യം പ്ലേയിടാ. Then the nun said, The soldier added, I hope I am not rude, but you have a great pair of legs. The nun replied, if you had looked a little higher, you would have seen a great pair of balls. I don't want to go to Iraq either. ഇവിടെ കൊണ്ടുവരുന്നേ ഞാനൊക്കെ വലിയ കാര്യമുള്ള രീതിയിൽ കണ്ടോണ്ടിരിക്കുന്നത് ജംസ്കെയർ ആണെന്നൊക്കെ വിചാരിച്ചേട്ടാ ആദ്യം പുല്ല്. അടുത്ത ബെല്ലിന് നമ്മുടെ തെങ്ങിൽ ഈ കോളാമ്പിയോട്ടൊന്ന് കെട്ടിയാരും. അതാണ് വാഴയുടെ എന്താ? അതാണ് വാഴയിലെ ഹാഷിറിന്റെ ഉമ്മ. അറിയാം. അമ്പലത്തിലെ കാര്യമില്ലേട്ടാ, ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയാ. അയ്യോ വള്ളുവനാട് നാടകം തുടങ്ങി. തൊട്ടുപോകരുത്. ഊർച്ചയില്ലാത്ത വാളുമായി നീ എന്തിന് യുദ്ധത്തിനിറങ്ങി? നീ അതാണ് തീരുമാനിക്കണ എന്റെ ഭാര്യ ഞാൻ തുടരോ വേണ്ടത്. നിങ്ങളെ ഈ നാട്ടിൽ കിടക്കണ ആൾക്കാർക്കും മറ്റേ ചീപ്പ് പൗഡർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം, ഒരു മുട്ടായി എങ്കിലും എനിക്ക് തന്ന. അവർക്ക് ചീപ്പും സോപ്പും ഒക്കെ കൊടുത്തോളൂ. നിനക്ക് അതിലും വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് കാണണ്ടേ? രണ്ടുണ്ടയും ഒരു തോക്കും ബ്രിട്ടീഷ് പട്ടാള മേധാവി ബ്രിണ്ണൻ സാഹിബ് നമുക്ക് സമ്മാനമായി നൽകിയത്. കോമഡി ഷോസ് ഇത് ഏത് പാടാ? ഇതല്ല, ഏത് പരിപാടി ഇത്? അമൃതയിലുണ്ടോ ശരി വന്നത്? Hi Eagle bro, thank you for the love and support you have given for our first song. എന്നും എന്റെ ഓർമ്മ നീ. ഓക്കെ, വെറും 890 വ്യൂസ് ഉണ്ടായിരുന്ന സോങ് ബ്രോന്റെ സപ്പോർട്ട് കാരണം 4,69,000 വ്യൂസ് ആയി, എലോങ് വിത്ത് 1 lakh സ്ട്രീംസ് ഓൺ സ്പോട്ടിഫൈ. അയ്യോ ബ്രോ, അത് നിങ്ങളുടെ കഴിവ്. താങ്ക് യു സോ മച്ച്. അതെന്താ പറയാമെന്ന് കാണിച്ചതിൽ ഒരുപാട് താങ്ക് യു. നല്ല പാട്ടാണോടാ? അത് നല്ല പാട്ടായിരുന്നു ചോക്കിയത്. ഞങ്ങൾ ഒരിക്കലും എത്തില്ല എന്ന് വിചാരിച്ച മൈൽ സ്റ്റോൺ ആണ്. ഓൾ താങ്ക് യു, അത് അച്ചീവ് ചെയ്യാൻ പറ്റി. വിത്ത് all your support we have released our next song called Nee Aage on all platforms. Once again Eagle bro, we couldn't have done this without your support. Thank you so much. Song name Nee Aage, singer Abhay M Jayesh, guitar Nohi Binni Abraham and Sriram, lyrics Sanju K Thomas. Bro, thank you so much, means a lot. ഇങ്ങനെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ പറഞ്ഞതിന് and congratulations on your achievements. സെക്കൻഡ് പാർട്ട് നമുക്ക് കേട്ട് നോക്കാം. ഞാൻ ഫുള്ള് കേൾപ്പിക്കുന്നില്ല. പരിചിതരായി തീരാതെ പലവുരു പോയറിയാതെ വിഴികളിലായി മായാതെ പനിമതിയേ നീയാകെ ഇരുളെങ്ങാലും ഒളിയെങ്ങാലും ഇനിയോളം ചേർന്നുയരാ ഇരവെങ്ങാലും പകലെങ്ങാലും ഇനി എന്നോരം ചേർന്നുണരാ പരിചിതരായി തീരാതെ പലവുരു പോയറിയാതെ
നല്ല പാട്ടല്ലേ, കിടിലൻ പാട്ടല്ലേ, നല്ല ബീറ്റ്, നല്ല നല്ല ലിറിക്സ്. എടാ അടിപൊളിയാടാ, അടിപൊളി അടിപൊളി. ഗൈസ് ഡു വാച്ച് നീയാകെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. അടിപൊളി അടിപൊളി. അപ്പൊ സിനിമാറ്റിക്സിലൊക്കെ എടുത്തിടാൻ കൊള്ളാം കേട്ടാ. ഓ മഴയത്തൊക്കെ വണ്ടിയിലൊക്കെ വെച്ചിട്ട് കിട്ടില്ലായിരിക്കില്ലേ? സത്യം സത്യം സത്യം. നൈസ് ഗൈസ് ഡു സപ്പോർട്ട്. അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഇവരെ പോലത്തെ ആൾക്കാർക്ക് ആവശ്യമാണ്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ബ്രോ. അടിപൊളിയായിട്ട് പോട്ടെ. അണ്ണാ സ്കിപ്പ് ആക്കാതെ പുതിയൊരു വർക്കാണ്. കറക്റ്റ് സ്ട്രീം 1.5 മണിക്കൂറാകുമ്പോൾ പറയാനാണ്, നമുക്ക് സിറ്റി കയറാം. അണ്ണാ സ്കിപ്പ് ആക്കല്ലേ, പുതിയൊരു വർക്കാണ്. ആണോ? കാണുമ്പോഴേ ഏകദേശം ഔട്ട് പ്രതീക്ഷിക്കുക കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തവരുണ്ടല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഒട്ടോ ദിനേശൻ ട്രിഗറായി. ജോസഫ് സത്യം പറഞ്ഞ ട്രിഗർ എന്ന ബ്രോ മാത്രമാണല്ലോ. ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പൊ TVക്കെതിരെ വരുന്ന കമന്റ് സെക്ഷനില് ഒറ്റ ഒരു പ്രൊഫൈല് പോലും സ്വന്തം ഫോട്ടോയും സ്വന്തം മുഖവും ഐഡന്റിറ്റിയും കാണിച്ച് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത അച്ചികളാണ്. ഒരെണ്ണം പോലും ഇല്ല, ഒരെണ്ണം. ഒരു 100 കമന്റ് എടുത്താൽ അതിൽ ഒരെണ്ണം ആയിരിക്കും അങ്ങനെ ഉള്ളത്. അവനാണ് ബുദ്ധിയില്ലാത്ത ഏതെങ്കിലും ഒരുത്തരും ആയിരിക്കും പറയാനുള്ളത്. എല്ലാവരും TVക്കെതിരെ പറയണ എല്ലാവരും ബുദ്ധിയില്ലാത്തതെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഇതുപോലത്തെ ഈ റിയൽ ലൈഫ് പേരൻസിന്റെ പേര് ഇതൊക്കെ ഡ്രാഗ് ചെയ്യുന്നവന്മാരുടെ ഞാൻ പറയണത്. ഒരുത്തനാ ആ മറ്റേ അങ്ങനത്തെ ധൈര്യമുള്ള ഇല്ലാത്തവനാണ്, മനസ്സിലായ? അത്രയും. ഇതാണ് ഞാൻ മുമ്പെടുത്ത് വല്ല പ്രൂഫ് ഉണ്ടോന്ന് ചോദിച്ചാൽ നീ എന്തിനാ ശാന്ത ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? പ്രൂഫ് വല്ലതും ഉണ്ടോ? ഇനി വല്ലാത്ത വെപ്രാളോ ടെൻഷനോ ആണല്ലോ. സംതിങ് ഫിഷി. GTA POVs. എടാ നിനക്ക് ഞാൻ 2 കോള് വിളിച്ച് നിന്നെ 2 വോയിസ് മെസ്സേജ് അയച്ചപ്പം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പോയ ഓടിയ നീയാണോ വെപ്രാളത്തിനെ പറ്റി എന്നോട് പറയുന്നേ? കഴിവില്ലാത്ത അച്ചിപ്പട്ടി. ഇവൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് ഓടി. ഇവ ഡീആക്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പൊ ഇല്ല. ഇവനാണ് എന്റെ വെപ്രാളത്തെ പറ്റി പറയണ. പിന്നെ ഇവിടെ നിന്ന് നോക്കി ഇങ്ങനെ പറയുക, ഒരു വെപ്രാളവും ഇല്ല. നിനക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കും. ഒന്നുകൂടെ പറ, തന്തയ്ക്ക് പറഞ്ഞാനാണ് നീ കൊണ്ട് കാണിക്കും. അതിന്റെ താഴെ എന്നിട്ട് ഇത് ഞാൻ പിന്നെ ഇനി വീണ്ടും വായിച്ച് കേൾപ്പിക്കുന്നില്ല. വീണ്ടും വായിച്ച് കേൾപ്പിക്കുന്നില്ല. ഇങ്ങനത്തെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറെ കണ്ടികളുണ്ട്, മനസ്സിലായ? ഇങ്ങനത്തെ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറെ കണ്ടികൾ. വീഡിയോയുടെ സ്പെല്ലിങ് എടാ എങ്ങനെ അവന് പഠിക്കാൻ പോകാൻ പറ്റും? ഇത് കണ്ട, ഞാൻ നിങ്ങളടുത്തൊക്കെ പറയാറില്ലേ, നിങ്ങളടുത്തൊക്കെ ഞാൻ പറയാറുള്ള കുറച്ച് കാര്യങ്ങളിൽ വരുന്ന മെയിൻ പബ്ലിക് കമന്റ്സുകളിൽ ഇങ്ങനെ വരുന്നെങ്കിൽ എന്റെ DMസിൽ വരുന്നത് എന്തായിരിക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴേലും? ഈ ജോക്കി, ഈ അജി പോൾ എന്ന് പറയുന്ന ഇവനാണ് ഇതിനകത്ത് എല്ലാത്തിനകത്തും കമന്റ് ഇടുന്ന ഒരു കോമൺ അക്കൗണ്ട് ആണ് ജോക്കി, മനസ്സിലായ? ഇവൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണത്തിനകത്ത് കമന്റ് ഇടുവാണ്. അൻവിൻ എന്ന് പറയാൻ പോലും അറിയത്തില്ല. ആൽവിൻ, ഞാൻ പറഞ്ഞില്ലേ ആൽവിൻ എന്നാ പറയണ. അവൻ പറയാ, അവൻ അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞായിരുന്നു. അവൻ പറയാ ഈഗിളും അൽവിനും കൂടി ചെയ്യാനിരുന്നത് ഡ്രഗ് ഡീലിംഗ് ആണ്. വാറ് കാരണം അവരുടെ ഷിപ്പ് കടലിൽ എവിടെയോ ഒഴിയോ നടക്കുക. അതിവിടെ ഇന്ത്യയിൽ എത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ എത്തിയിരുന്നെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോണതാണെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ അതിവിടെ വരണമായിരുന്നു. വന്നാലേ ഇവനെല്ലാം പൊട്ടന്മാരാണോ ജോക്കി? ഇത് ഈ പുള്ളി ഇങ്ങനെയൊക്കെ പറയണ. ഈ അജി പോൾ എന്ന് പറയണേ ഇവൻ കമന്റ് ഇടുന്നത് നോക്കണം. കമന്റ് ഇടുന്നത് നോക്കണം ഇവനൊക്കെ. ടൈറ്റാനിക്കാണോ? ജീവിതമില്ലാത്ത ജീവിതമില്ല അവന്റെ, ജീവിതമില്ലാത്ത ഇതൊക്കെ മറ്റേ രാവിലെ എണ്ണിച്ചിട്ട് വാനടിച്ചിട്ട് തുടങ്ങുന്ന ടീമുകളാണോ? എടാ ഈ ആഡ് ആണെന്ന് പറയണോടാ. ഷൂട്ട് ചെയ്തേക്കുന്നത് ഓരോ ടൈമിൽ വന്നതല്ല, ഓരോരുത്തരുടെ ഓരോ സ്ഥലത്ത് ഒരുമിച്ച് ഒരിടത്തിരുന്ന് ഷൂട്ട് ചെയ്തതല്ലേ? ഒരുമിച്ച് ഷൂട്ട് ചെയ്തതല്ല. ഓ അങ്ങനെയാണല്ലേ പറഞ്ഞത്. ഓക്കെ.
ഈ ഒരു ആഡിന്റെ ബഡ്ജറ്റ് എത്രയായിരിക്കും നമുക്ക് എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ. സത്യം പറഞ്ഞ ഇതിന്റെ ബഡ്ജറ്റ് എത്ര രൂപയായിരിക്കും? എത്ര രൂപ കൊടുത്തിട്ട് ഇവർക്കൊക്കെ ഷെയർസ് കൊടുക്കൂടാ ഇതിന് പകരം? ഇത്രയും പൈസ കൊടുക്കുന്ന ഇവർക്കൊക്കെ ലെഗോയിലും മറ്റേലും ഇതിനൊക്കെ ബ്രാൻഡ് ഷെയർസ് ആയിരിക്കത്തില്ല ജോക്കി, ഇതൊക്കെ പെയ്ഡ് ആഡ്സ് ആയിരിക്കും ജോക്കി. ഈ ഷെയർസ് കൊടുക്കുന്നുണ്ടാണ് ഇവര് വന്നിട്ട് എല്ലാരും ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലാണ്ട് പൈസ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവരൊന്നും താങ്ങൂല. ടീമി ഇല്ലെന്ന് തോന്നല്ലോ. ഉണ്ടോ ലിസ്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ മറ്റേ ലിസ്റ്റിൽ നല്ല രസമുണ്ടല്ലേ ആ വേൾഡ് കപ്പിന്റെ ലെഗോ പീസ് ആണ്. മേടിക്കണം ജോക്കി എനിക്ക്. എന്തായാലും 25,000 രൂപ ആയിരിക്കും. 25,000-30,000 രൂപ ആയിരിക്കും പുല്ലിന്. 25,000 രൂപയോ? അല്ല എത്ര പീസിന്റെയാ? ഇതെനിക്ക് തോന്നുന്നു മൊത്തം നല്ല റേറ്റ് ആണെന്ന് തോന്നുന്നു. അത്രയൊന്നും ആകത്തില്ല എന്തായാലും. പിന്നെ 1 ലക്ഷം 2 ലക്ഷം രൂപ. നീ എത്ര ലഗോ മേടിച്ചിട്ടുണ്ടോ കണ്ണാപ്പി? നിന്റെ ഏതൊക്കെ ലഗോ ഉണ്ടെന്ന് പറഞ്ഞ കേക്കട്ടെ. കൂടിപ്പോയ 20,000 25,000 രൂപ. അത്ര അതിന് കൂടുതലൊന്നും പോകത്തില്ല. 18,990. എന്തുവാടേ നിനക്ക്? 2 ലക്ഷം. ജോക്കി ഇവന് താളം അടിക്കുക എവിടെ ഒരു സ്പേസ് കിട്ടണം ജോക്കി. ഇതുപോലൊരു കുണ്ണ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പറയാതിരിക്കാൻ കണ്ടുകൂടാ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞവനെ. എന്റെ കൊറേ ലെഗോ ഉണ്ട്. ഇനിയും ഞാൻ പറഞ്ഞത് ഒരു ലെഗോ പോലും കയ്യിലില്ല. എന്നിട്ടാണ് ഈ കിടന്ന് ഞാൻ അതാ പറഞ്ഞു. ഇവന്മാരുടെ മറ്റേ ഏറ്റവും കൂടിയത് ഹാംലീസിൽ ഞാൻ ഇവിടെ കേരളത്തിൽ ഇരിക്കുന്ന കണ്ടത് 65,000 രൂപയുടെ മറ്റേ സ്പേസ് ഷിപ്പ്. അതാണ് 65 രൂപ. ഇനി ഇത്രയും ചെറിയ പീസ് ഉള്ളതിനൊക്കെ എടാ ഇവനെ കിക്ക് ചെയ്ത് റൈസർ ബാൻ ചെയ്ത് വിടുവനെ. ഇത് അതെ കൂട്ടുകാരെ എഴുതി പാടിയതാ. ഒരു നിമിഷം നീ എന്നുള്ളിൽ ഒരേയൊരായിരം നിറങ്ങളായി നീ വന്നില്ലേ, ഒരേയൊരായിരം നിറങ്ങളായി നീ വന്നില്ലേ എൻ മുന്നിൽ വഴിയരികെ നിന്നെ കണ്ട നേരം ഇത് ഒരു നല്ലൊരു ഗിത്താറും നല്ലൊരു ഇതൊക്കെ വന്നോ നല്ലൊരു മൈക്കിൽ പാടി റെക്കോർഡ് ചെയ്താൽ നല്ല രസമായിരിക്കും ഇത് കേൾക്കാൻ. കണ്ണിൽ കാണും സൂര്യനിതാമാനേ ഒരു നിമിഷം മുന്നിൽ, ഒരു നിമിഷം മുന്നിൽ, ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം. മറ്റേ പാട്ടൊക്കെ ഇങ്ങനെ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക, അടിപൊളിയായിരിക്കും. ഇത് ബീറ്റൊക്കെ വരുമ്പോ നല്ല രസമായിരിക്കും കേൾക്കാൻ. സത്യം പറഞ്ഞ അലിൻ ജോസ് പെരേര പാടി നടക്കും ഇപ്പൊ നല്ല സത്യം. അലിൻ ജോസ് പെരേര ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞ പുള്ളി എന്തൊക്കെയോ പാടിയിട്ടുണ്ട്. കട്ടുറുമ്പിന് കല്യാണം. അത് തന്നെ. ദിസ് റിവലറി ഈസ് ഓക്കേ. മുംബൈ വേഴ്സസ് ഈ വട്ടം ഞാൻ വലിയ ഡയലോഗ് ഒന്നും അടിക്കുന്നില്ലേ. എന്തുവാടാ ചെന്നൈയുടെ അവസ്ഥ? വിഷമം വരുന്നടാ. ധോണി വരും, ധോണിയും പ്രവീസും വരും. അടുത്ത കളിയിൽ വരും. എന്തായിരിക്കും തിയേറ്ററിൽ ഈ മൂവി വന്നതിന് ശേഷം ഓഡിയൻസ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം? അത് പ്രഡിക്റ്റ് ചെയ്യാൻ എന്താണ് അവർ പറയുന്നത്, അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹാഷറും പിള്ളേരും തൂക്കി. സത്യമല്ലേ?
ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ടാ, പറഞ്ഞേ. ഈ പ്രായമായി കഴിഞ്ഞാല് സുന്നത്ത് കഴിഞ്ഞു കഴിഞ്ഞാലേ എല്ലാരും വന്ന് പൊക്കി നോക്കി സാമാനം നോക്കൂ. അത് എനിക്കുള്ള ഒരു ഡൗട്ടാണ് ഗൈസ്. ഞാൻ കാര്യം പറയട്ടെ, ഈ സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന ഗസ്റ്റുകൾക്കെല്ലാം ഇത് കാണിച്ചു കൊടുക്കണ്ടോ വരുവോ? അല്ലാതെ ഫിലിം കണ്ടപ്പോൾ എനിക്ക് ഡൗട്ടാ, സീരിയസ് ആയിട്ട്. ചെറുതാണെങ്കിൽ കുഴപ്പമില്ല, വലുതാകുമ്പോ പ്രശ്നമില്ല ഇത്. അത് ചെറുതാകുമ്പോ ഇല്ല, നോ 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 നോ. അത് ഫണ്ണായിട്ട് കാണിച്ചായിരിക്കും ജോക്കിയപ്പ അതിനകത്ത്. കൊച്ചു പിള്ളേരായിട്ടിരിക്കുമ്പോ കുഴപ്പമില്ലല്ലോ ഇത്. അല്ല, ഞാൻ വേറെ ചോദിക്കട്ടെ, ഇങ്ങനെ ഇത്ര പ്രായമൊക്കെ ആകുമ്പോ ഇങ്ങനെ സുന്നത്ത് ചെയ്യുമല്ലോ? എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ചിലപ്പോ ചെയ്യണം. ഓക്കെ ഓക്കെ. ഇനി അഥവാ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. എന്റെ മനസ്സിലൊന്നുമില്ല. പുലയാടി മോനെ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. എന്റെ മനസ്സിലൊന്നുമില്ല. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയാണോ നീ? പുലയാടി മോനെ. പക്ഷെ വേറെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, മലയാള സിനിമയിൽ പോലീസ് വേഷം ഇത്രയും കിടിലമായിട്ട് ആ സമയത്ത് ചേർന്നിരുന്ന ഒരാള് വേറെ ഇല്ല. അത് ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഇത് നമ്മൾ കാണുന്ന ഇതൊക്കെ പറയെങ്കിലും ആ ടൈമിലുണ്ടല്ലോ മലയാള സിനിമയിൽ പോലീസ് വേഷം ഇട്ട ഒരു പൗരുഷം തോന്നുന്ന ഒരാളെന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. ആണോന്ന് അതാരോചിച്ചേ? ആണോന്ന് ആരോചിച്ചേ? കീരിയെ അല്ല, ഇവിടത്തെ കമന്റ് ഓക്കെ. ഇവിടത്തെ കമന്റ് ജോക്കിക്ക് ഈ പടം ഇഷ്ടമാണോ? ജോക്കി എമ്പുരാനെക്കാളും ഇഷ്ടമാണ്. ഞാൻ സത്യം പറഞ്ഞ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പടം. ക്ലാസ് സാധനം. ഇതിനകത്ത BGM-ഉം ഷോട്ടും നമ്മൾ നീരത് പണി വെച്ച സാധനം ഇത്. സത്യം നിങ്ങൾക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇതും ഇഷ്ടം, എനിക്ക് ബിഗ് ബി ഇഷ്ടമാ. രണ്ടും അപ്പൂപ്പന്മാരുടെ പോസിൽ വരെ അടിച്ചു എന്തൊക്കെയല്ലേ. അതുപോലെ ഞാൻ പറയാം ജോക്കി, അതുപോലെ മറ്റേ പടം ഉണ്ടല്ലോ, ഒരു മറ്റേ വെടി വെക്കുമ്പോ പുകയൊക്കെ വരുന്ന ഒരു ഡബിൾ ബാരല്, ബാച്ചിലർ പാർട്ടി ഉണ്ട്. ഡബിൾ ബാരൽ കണ്ടിട്ടില്ലേ ജോക്കി? അത് ജോക്കി ഭയങ്കര ഹേറ്റേഴ്സ് ഉള്ള പടമാണ് ഈ ഡബിൾ ബാരൽ. ആർക്കും ഇഷ്ടമല്ല, പക്ഷെ ഭയങ്കര കാലം തെറ്റി ഇറങ്ങിയ പടമാണ്. ഇപ്പോഴൊക്കെ ഇറങ്ങണമായിരുന്നു ആ പടം. ഡബിൾ ബാരൽ ബാച്ചിലർ പാർട്ടി ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് ഇപ്പൊ ഇറങ്ങിയിരുന്നെങ്കിൽ എന്റെ അമ്മ, അതൊക്കെ എന്തൊരു പടമാണ് അതൊക്കെ. പാട്രിയോട്ട് ട്രെയിലർ വന്നോ? കണ്ടില്ല, അതോടെ കണ്ടിട്ട് കണ്ടിട്ട്. അത്യാവശ്യം കാസ്റ്റ് ഉണ്ട്. ഇതാണോ 2 days ago? ഇതല്ലേ? ഇതോടെ കണ്ടിട്ട് ചുറ്റി കയറാം. രണമൊക്കെ വീട്ടിലും പടമാ ബ്രോ. ഇതൊരു തുറന്നു പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാൻ. என்னோட டேர்ம்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர். அது எப்படி മറ്റേ വെടി